അല്ലേ, ആ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പാട്ടുകൾ നമുക്ക് എങ്ങനെയാണ് ഇതിന് അപ്രോച്ച് ചെയ്യേണ്ടത്, ആരാണ് നമ്മളെ വിളിക്കുക, ഇതൊന്നും അറിയില്ല. ഞാൻ ഇന്ന ആളാണ്, ഇവിടെയാണ് എൻ്റെ സ്വദേശം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട്, അവൈലബിൾ ആണ് എന്നുള്ളത് പറഞ്ഞാനോ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുന്നതൊന്നും അറിയാത്തൊരു സമയം. അപ്പോഴാണ് കുറച്ച് ആൾക്കാർ പറഞ്ഞ് ജസ്റ്റ് ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിനെ വിളിക്കണം, വിളിച്ച് നമ്മളിങ്ങനെ ആണ് എന്ന് പറയണം, പാട്ടുകൾ ഡെമോസ് കൊടുക്കണം, ഇങ്ങനെയൊക്കെ. അപ്പോഴാണ് അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിനെ കണ്ടു. ശ്രീ മോഹൻ സിതാര സാറിനെ കണ്ടപ്പോഴാണ് സാറ് പറഞ്ഞു, എറണാകുളത്ത് അലക്സ് പോൾ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുണ്ട്, പുള്ളിയോട് ചെന്ന് കാണും, പുള്ളിക്കാണ് ഇപ്പോൾ കൂടുതലും വർക്ക്സ് വരുന്നത്, അവിടെ ചെന്ന് കാണും, ഇപ്പോൾ എന്തെങ്കിലും സാധ്യതകളുണ്ടാവും. അങ്ങനെയാണ് അലക്സ് സാറിനെ കാണുന്നത്. ഇപ്പോൾ സാറിനിങ്ങനെ കാണാൻ പോയപ്പോൾ ഇവരറിയാമല്ലോ, അപ്പോൾ സാറിന് ഒരുപാട് വർക്ക്സ് ഉള്ള ഒരു സമയമാണ്, ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു സമയം. അപ്പോൾ ഇങ്ങനെ കാണാൻ പോയപ്പോഴത്തേക്കും ഇരിക്കൂ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സാറങ്ങ് മറന്നുപോയി. പിന്നെ ഞാൻ കുറേ സമയം അവിടെ ഇരുന്നു. മോഹൻ സിതാര സാറിൻ്റെ വീട്ടിൽ അത് തന്നെയാണ്, സാറ് മറന്നുപോയി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊരു ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസസ് ആണ് ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് സാറ് വന്നു. അപ്പോൾ പെട്ടെന്ന് ഓർത്തു ഞാൻ ഇരിക്കുന്നതിനകത്ത്, പിന്നെ വന്നു കുറേ പാട്ടുകളൊക്കെ പഠിപ്പിച്ചു. വന്ന് നമ്മൾ വേഴ്സറ്റൈൽ സിംഗിങ്, ലൈക്ക് ഏത് ജോണർ പറഞ്ഞാലും ഞാൻ പാടും. അപ്പോൾ അങ്ങനെ പാടിയപ്പം സാർ ഭയങ്കര ഇംപ്രസ്ഡായി. അങ്ങനെയാണ് എനിക്ക് ഈ പരുന്ത് എന്ന സിനിമ, മമ്മൂക്കയുടെ സിനിമയാണ്, തുമ്പി തുമ്പി ആടാനോ പോരൂലേ, ആ പാട്ട് പാടാനുള്ളൊരു ഇത് തന്നത്. അത് ലാൽ മീഡിയയിലായിരുന്നു അതിൻ്റെ. അപ്പോൾ റെക്കോർഡിംഗ് ഒക്കെ ഞാൻ പടപ്പടക്കെന്ന് പറഞ്ഞ് ചെയ്തു. അപ്പം ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡായി. അങ്ങനെയാണ് പിന്നെ ടു ഹരിഹർ നഗറിൽ ഒരു ഏകാന്ത ചന്ദ്രിക എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് പോർഷനുണ്ട്, അതിലും 1-2 പാട്ടുകളും ഒക്കെ പാടി. പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പാട്ട് എഴുതും. ഞാൻ പറഞ്ഞില്ലേ, ചിത്രരചന, കഥാപ്രസംഗം, അല്ല കവിതാരചന, ഉപന്യാസം, അങ്ങനെയുള്ള എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എഴുതാനുള്ളൊരു ഒരു പ്രചോദനം. ഞാൻ പക്ഷെ വായിക്കാറില്ല, എനിക്ക് തന്നെ അറിഞ്ഞൂടെ ഞാൻ എങ്ങനെയാണ് എഴുതുന്നത്. പക്ഷെ എന്തോ ഒരു എല്ലാം ഈ ഗോഡ്സ് ഗിഫ്റ്റ് എന്ന് തന്നെ പറയാം, അല്ലാതെ ഇതൊന്നും നമ്മുടെ ഭയങ്കര കഴിവെന്ന് പറയാനില്ല. പാട്ട് എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും അതിൻ്റെ ഒരു ട്യൂണും മനസ്സിൽ വരും. അങ്ങനെയാണ് ഞാൻ കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ആ ഒരു ഇഷ്ടമുണ്ട്, അതിനൊരു ടാലൻ്റ് ഉണ്ട് എന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ അങ്ങനെയാണ് കുറച്ച് പാട്ടുകളൊക്കെ ഇങ്ങനെ കവിതകൾ എഴുതുമ്പോൾ അതിൻ്റെ മ്യൂസിക് സ്വന്തമായിട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് അലക്സ് സാറ് കമ്പോസ് ചെയ്യുന്ന സമയത്തൊക്കെ കൂടെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെയും എക്സ്പീരിയൻസ് ആയി, ലൈക്ക് എങ്ങനെയാണ് ഒരു പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊരു നമ്മൾ സിനിമയിൽ കേൾക്കുന്നൊരു പാട്ടിലേക്ക് വരുന്നത്, അതിൻ്റെ മിക്സ്, മാസ്റ്ററിങ്, പ്രോഗ്രാമിങ്, അങ്ങനെ കുറേ ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. ഒരു സിനിമ വരുമ്പോൾ തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇല്ലാതെ, ഫോളി ഒന്നും ഇല്ലാതെ, സൗണ്ട് എഫക്ട്സ് ഒന്നും ഇല്ലാതെ നമ്മളൊരു സിനിമ കാണുമ്പം നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, ഒരു സിനിമ ഇഷ്ടപ്പെടത്തില്ല. ഭയങ്കര സൈലൻ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ സൗണ്ടുകളൊന്നും ഇല്ലാതെ നമുക്കൊരു സിനിമ ഇഷ്ടപ്പെടത്തില്ല എന്നുള്ളൊരു കാര്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ സിനിമ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു സൗണ്ട് എങ്ങനെയാണ് ഒരു സിനിമയെ ലിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ള പഠിക്കാനൊക്കെ ഉള്ളൊരു അവസരമായിരുന്നു. പിന്നെ എങ്ങനെയാണ് മിക്സിങ്, 5.1 മിക്സിങ്, DTS മിക്സിങ് എങ്ങനെയാണ്, ഇതൊക്കെ ലാൽ മീഡിയയിൽ നടക്കുന്ന സമയത്ത് നമുക്കതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും, എങ്ങനെയാണ് റെക്കോർഡിങ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു സിംഗറിനെ ഹാൻഡിൽ ചെയ്യുന്നത്, എന്താ അവരുടെ നിന്ന് ഏറ്റവും ബെസ്റ്റ് പിക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ളൊരു സാധനങ്ങളൊക്കെ എനിക്ക് കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് പിന്നീട് സിനിമ മ്യൂസിക് ചെയ്യുമ്പോൾ ഹെൽപ്ഫുള്ളായത്. അത് ഇപ്പോൾ 4ാമത്തെ സിനിമയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. എനിക്കൊന്ന് ഒത്തിരി കോൺസേർട്സ് ഒക്കെ അല്ലെങ്കിൽ സ്റ്റേജ് ഷോസ് ഒക്കെ മാം ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് പോസിറ്റീവ്സ് ആയിട്ടുള്ള റെസ്പോൺസ് വരുന്ന പോലെ തന്നെ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പിക്ക് ചെയ്യുന്ന, നമ്മൾ പോസിറ്റീവ് എന്നല്ലാണ്ട് നമുക്ക് കിട്ടുന്ന നെഗറ്റീവ് എന്ന് വരെ നമ്മൾ പിക്ക് ചെയ്യുന്ന ഇൻസിഡൻസ് ഉണ്ടായിരിക്കും. അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ഭയങ്കര രീതിയിലുള്ള നെഗറ്റീവ് അല്ല, അയ്യോ ഇത് പറ്റിപ്പോയല്ലോ, എന്തെങ്കിലും ചെറിയ അബദ്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ ഗാനമേളകൾ അല്ലെങ്കിൽ ആ പറഞ്ഞ ആ ഒരു ജോണറിലുള്ള സാധനം, അതായത് മ്യൂസിക് പ്ലേ ആവുന്നു, ആ സമയത്ത് നമ്മൾ എവിടെയെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ മിസ്സായി. മറ്റ് ലൈവ് സിംഗിങ്ങിൽ അങ്ങനെയല്ല, ഈവൻ മിസ്സായി കഴിഞ്ഞാലും നമുക്ക് ഒരു ആലാപൊക്കെ പാടി പിന്നെ അവിടെ കയറാനുള്ള ഒരു അവസരമുണ്ട്. മറ്റേതാകുമ്പോഴത്തേക്കും ഒരു ക്ലിക്കിലാണല്ലോ, ഒരു ക്ലിക്ക് ചെയ്യുന്നു, മൈനസ് ട്രാക്ക് പ്ലേ ആവുന്നു. മൈനസ് ട്രാക്ക് പോലെയാണ് ഇപ്പം ഗാനമേളകളിൽ കീബോർഡിസ്റ്റുകൾ പ്രോഗ്രാംഡാണ്, എല്ലാം ഫീഡിങ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഗാനമേളകൾ ഒരിക്കൽ എൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ പ്ലേ ആയി. പക്ഷേ എനിക്ക്
എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, മോണിറ്ററിങ് പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. അപ്പോൾ പ്ലേ ആകുമ്പോൾ നമുക്ക് പാടാൻ പറ്റാത്ത ഒരു അവസരം. അതൊരു എന്താ പറയുക, പറയുമ്പോൾ ഒരു നെഗറ്റീവ് സാധനമാണ്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അത്രയും അലേർട്ടായിരിക്കണം, കയറുന്നതിന് മുമ്പേ ചെക്ക് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള ബിഗിനിങ് സ്റ്റേജിലുള്ള എക്സ്പീരിയൻസും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ അപ്സ് ആൻഡ് ഡൗൺസിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പം നമുക്ക് അപ്സ് വരുന്ന പോലെ തന്നെ നമുക്ക് കരിയറിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഡൗൺസ് വരാറുണ്ട്. അപ്പം മാം എങ്ങനെയാണ് ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ്? ഞാൻ ലിബ്രയാണ്. ലിബ്ര അറിയാലോ, ത്രാസാണ്. സൺ സൈൻ ലിബ്രയാണ്. മലയാളമാണെങ്കിൽ ചോദ്യം. ഇപ്പം നാള് എന്ന് പറയുന്നത് ഒരാളുടെ ക്യാരക്ടർ ഡിസൈൻ നമുക്ക് വളരെ അങ്ങനെയാണ് ശരിക്കും. എനിക്ക് എക്സ്പീരിയൻസ്, ഞാൻ ഒരാളുടെ ഇത് നോക്കുമ്പോഴത്തേക്കും കുറേ നമ്മൾ കാണുമ്പോൾ ഏകദേശം ഒരേ കാറ്റഗറിയിൽ വരും. ബേസിക് കുറച്ച് ക്യാരക്ടേഴ്സ് അത് ആ കാറ്റഗറിയിൽ വരും. അപ്പോൾ അത് ലിബ്ര എന്ന് പറയുന്നത് എപ്പോഴും ഈ ഭയങ്കര സന്തോഷം വന്നാലും ഭയങ്കര സങ്കടം വന്നാലും അവരിങ്ങനെ ഇങ്ങനെ ആയിരിക്കും. ലൈക്ക് ഓക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ നിൽക്കും. അതായത് കൂടുതൽ ഇങ്ങനെയും വീണ് പോകത്തില്ല, ഇങ്ങനെയും ആവത്തില്ല. പക്ഷെ ഞാനിത് രണ്ടും ഹാൻഡിൽ ചെയ്യാറുണ്ട്. അത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു മമ്മി പറഞ്ഞ ഒരു അനുഭവമാണ്. 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട് എൻ്റെ പേര്. അതായത് ആ സമയത്ത് LP സെക്ഷനിൽ 4 ഇനങ്ങളിൽ പാർട്ടിസിപ്പേറ്റ്, 4നും ഫസ്റ്റ് വന്നു. അപ്പോൾ ഇതിങ്ങനെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര എന്താ പറയുക, ഹാപ്പി, എല്ലാവരും ഇങ്ങനെ നോക്കുന്നു, എന്നെ നോക്കുന്നു. അപ്പോൾ മമ്മി സന്തോഷത്തോടു കൂടി എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നു ചിരിച്ചു. അപ്പം ഞാൻ പറഞ്ഞെന്ന്, ഇല്ല, ആൾക്കാർ അവിടെ പ്രൈസ് കിട്ടാത്ത ആൾക്കാർ അവിടെ ഉണ്ട്, അവർക്ക് ഇത് വരും, എന്താ പറയുക, വിഷമം വരും. അപ്പോൾ ഞാൻ മമ്മി അങ്ങനെ മാറിപ്പോകും ഞാൻ ആ സമയത്ത് പറഞ്ഞു എന്ന് മമ്മി ഇടയ്ക്ക് പറഞ്ഞു. അപ്പോൾ ആ പ്രായത്തിലും എന്താ പറയുക, കൂടുതൽ അങ്ങനെ ഭയങ്കര ഷോ കാണിക്കുന്ന പരിപാടി ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ മമ്മി പറഞ്ഞിട്ടുള്ളത്, ഒരു സംഭവത്തിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോക്കും, അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ എത്ര നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ. ആ ഒരു തേച്ച് മിനുക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് ശരിക്കും ഒരു കലാകാരിയുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വേണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാവാം ചിലപ്പോൾ ഭയങ്കര നല്ല നേട്ടങ്ങൾ വരുമ്പോഴും ഒരുപാട് വിഷമങ്ങൾ വരുമ്പോഴും ഓക്കെ ആയിട്ട് പോകുന്നത്. ഈ ഒരു ജേർണിയിൽ, മ്യൂസിക് ജേർണിയിൽ മാം ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കരുതുന്ന അതെന്തെങ്കിലും ഒരു മൊമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും തന്നിട്ടുള്ളൊരു അപ്രിസിയേഷൻ ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു കാര്യം? എനിക്ക് മമ്മി മ്യൂസിക് ടീച്ചറാണ്, സ്കൂളിലെ ടീച്ചറാണ്, ഗവൺമെൻറ് സ്കൂളിൽ. അപ്പോൾ എനിക്ക് കുട്ടിക്കാലത്ത് പാട്ട് പഠിക്കുമ്പോഴും മമ്മിയെ പോലും മ്യൂസിക് ടീച്ചർ ആവണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കോട്ടൺ ഹിൽ സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട് കിട്ടി. ഓക്കെ. അപ്പോൾ ആ ഒരു ആഗ്രഹം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ആഗ്രഹം, ഞാൻ പാട്ട് പഠിച്ചു, ഞാൻ മ്യൂസിക് സിനിമയിൽ പാടണം. അപ്പോൾ സിനിമയിൽ പാടാൻ പറ്റി, ഒരു അവസരം വന്നു, പാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സിനിമയിൽ മ്യൂസിക് ചെയ്യണം, മ്യൂസിക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ സമയത്ത് ഞാനിങ്ങനെ കൂടുതൽ പബ്ലിസിറ്റി അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല. മനസ്സിലാഗ്രഹങ്ങൾ വെക്കും, അത് നടന്നങ്ങ് പോകും.